5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2025 ജൂൺ 9 രാത്രി 7:30 മണിക്ക് 24 ന്യൂസിലെ നമ്മളെ SKNന്റെ 24 ന്യൂസിലെ ചർച്ചയുണ്ടായിരുന്നു. ഹാഷ്മി ആയിരുന്നു ചർച്ച ലീഡ് ചെയ്തത്, ആങ്കറായി വന്നത്. ആ ചർച്ചയിൽ റെജി ലൂക്കോസ് ഉണ്ടായിരുന്നു, ഇടതുപക്ഷ ന്യായീകരണത്തിൻ്റെ അപ്പോസ്തലൻ. പിന്നെ ഞാനുണ്ടായിരുന്നു. പിന്നെ വേറെ മൂന്ന് പേരൂടെ ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് ഉണ്ടായിരുന്നു, ജോർജ് ഉണ്ടായിരുന്നു. പിന്നെ 2 പേര് ടെക്നിക്കലായിട്ടുള്ള 2 പേരുണ്ടായിരുന്നു. ഈ ചർച്ച ശരിക്കും അങ്ങോട്ട് തുടങ്ങി കുറച്ചായപ്പോൾ ഹാഷ്മി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഹാഷ്മി ചോദിച്ചത് എന്തുകൊണ്ട് MSC കപ്പലിൻ്റെ കൊച്ചിയിൽ വന്ന കപ്പലിൻ്റെ അപകടത്തിൽ FIR എടുക്കാത്തത്, അത് റെജിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ റെജി കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് വേണ്ട കോലാഹലമാണ്. റെജിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാം, റെജി ആദ്യം തന്നെ റെജി പറയുന്നത്, റെജിയുടെ ചർച്ചകൾ പ്രത്യേകിച്ച് CPM പോലുള്ളൊരു പാർട്ടിയിൽ നിന്നാണ് റെജി വരുന്നത്. റെജി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ടും ആയിട്ട് വർത്തമാനം പറയുന്നത്. സജീവമായി ചോദിച്ചാൽ പറയും എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയും. എന്നാൽ പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യും. ചുമതലപ്പെടുത്തിയിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് വർത്തമാനം പറയുന്നത്? എന്നായിക്കോട്ടെ, ചുമതലപ്പെടുത്തിയില്ലെങ്കിൽ വർത്തമാനം പറയാം. ആദ്യം റെജി ചെയ്യുന്നത്, നിങ്ങളെ 4 പേരുണ്ട് 5 പേരുണ്ട്, എനിക്ക് സമയം തരണം, ബാക്കിയെല്ലാം പ്രതിപക്ഷത്തായി. രജി ഭരണപക്ഷത്ത്, അല്ലെ ബാക്കിയെല്ലാം ഭരണപക്ഷത്ത്, റെജി അങ്ങ് പ്രതിപക്ഷമാവും, ആദ്യം തന്നെ ആവും. രണ്ടാമത്, നിങ്ങൾ എന്ത് കാര്യം ആര് പറഞ്ഞാൽ ഉടൻ ചോദിക്കും, നിങ്ങൾ പിണറായി വിജയനെ കേരള സർക്കാരിനെ എന്തിനാണ് കുറ്റം പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. ഒരു മനുഷ്യൻ ഇന്നലെ കേരള സർക്കാരിനെ കുറ്റം പറഞ്ഞില്ല. ഇതേ കേരള സർക്കാർ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ട് ഇറ്റാലിയൻ പേര് കപ്പിത്താന്മാരുണ്ടായിരുന്ന ഇറ്റലി എന്ന് വന്ന കപ്പലിൻ്റെ നമ്മുടെ ആഴക്കടലിൽ വെച്ച് തന്നെ, കൊച്ചിയുടെ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് തന്നെ നടന്ന കേസിൽ നമ്മൾ FIR എടുത്തത്. മഹാരാഷ്ട്ര കേസിൽ FIR എടുത്തു, തമിഴ്നാട്ടിൽ FIR എടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പം നടന്ന കപ്പലപകടത്തിൽ FIR എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഓഹോ അത് ഇൻ്റർനാഷണലാണ്, വേണ്ട ബഹളം. അവസാനം ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തു. ഉടൻ തന്നെ ഇദ്ദേഹം വീണ്ടും റെജി ഇങ്ങനെ തേഞ്ഞൊട്ടാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന പോലെയാണ്. അവന് കണ്ടം വഴി ഓടുന്ന, ഇടയ്ക്കിടയ്ക്ക് എത്ര പ്രാവശ്യം കണ്ടം വഴി ഓടുന്നത്. ഉടൻ റെജി കണ്ടം വഴിയൊക്കെ പോയിട്ട് വന്ന് വീണ്ടും വാഴത്തോപ്പിലൂടെയൊക്കെ പോയിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കൂ, നിങ്ങൾ നെറ്റ് എടുത്ത് നോക്കൂ, ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാമെന്ന് പറഞ്ഞാൽ അടുത്ത തള്ളി. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് സമയം കിട്ടും. കാര്യം മറ്റ് പാനലിസ്റ്റുകൾ പോയപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ChatGPTയും ഗൂഗിളും ഒക്കെ നോക്കിയപ്പോൾ ഈ കേസിൻ്റെ എല്ലാ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അടുത്ത് റെജിയോട് പറഞ്ഞപ്പോൾ റെജി ഉടനെ, രജി അതിന് മുമ്പ് തന്നെ ചില തള്ളി. ഞാൻ ഉദ്ദേശിച്ച് ഇതിലിരിക്കുന്ന പാനലിരിക്കുന്ന ചില വ്യക്തികൾ, ചില വ്യക്തികൾ പേര് പറയണ്ടേ, ഇന്ന ആൾ പറഞ്ഞതിനെ എതിർത്ത് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞത് ശരിയല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല. അവസാനം ഇങ്ങനെ റെജി പറഞ്ഞ് റെജി എന്താണോ തുടങ്ങിയത് അവിടെയല്ല, അവസാനം റെജി പറഞ്ഞൊരു കണ്ടുപിടുത്തം പറഞ്ഞാൽ അതാണ് രസം. റെജി കുറച്ചു കാലം അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പം ഫ്ലോറിഡയിലൊക്കെ താമസിച്ചു. അവിടെ ഒരുപാട് കപ്പൽ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ കാണും. അതുകൊണ്ട് രാവിലെ കപ്പൽ നടക്കാൻ പോകുമ്പോൾ കാണും, വൈകുന്നേരം കാണും. അപ്പോൾ കപ്പലിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താണ് വിരളി, ആ വാക്കെന്തോ പറഞ്ഞു, ഞാൻ വിരവിയ ആളാണെന്ന് പോലെ. കപ്പലിൽ കിടന്ന്, കപ്പലാണോ വിരവ്, നമ്മൾ ഈ ചോറ് വിരവും പോലെ കപ്പൽ വിരവിയ ആളാണ്. അങ്ങനെ പറഞ്ഞ് പരത്തി ഹാഷിം ചോദിച്ച ചോദ്യം എന്താണ്, വളരെ സ്പെസിഫിക് ആണ്. FIR എടുക്കാൻ വകുപ്പുണ്ടോ? അപ്പോൾ റെജി പറഞ്ഞു വകുപ്പില്ല, അത് ഇന്റർനാഷണലാണ്. ഉടനെ ഹാഷിം പറയുന്നു വകുപ്പുണ്ട്, ഇവിടെ തന്നെ കേസ് എടുത്തിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ പരത്താൻ തുടങ്ങി, ചപ്പാത്തി പരത്തും പോലെ പരത്താൻ തുടങ്ങി. പിന്നെ അതിനകത്ത് മസാല ഇടുന്നു, ചുട്ടെടുക്കണ്ടേ ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ, അതിനകത്ത് തേങ്ങ ഇടുന്നു, പിന്നെ എന്താണ് മസാല ഇടുന്നു, കറി വയ്ക്കുന്നു. ഒരു കാരണവശാലും അയാൾ ലക്ഷ്യത്തിലെത്തുന്നില്ല. എന്ത് ചോദിച്ചാലും ഉടനെ കുറ്റം പറയും. എന്താ ചെയ്യാൻ പറ്റുക? വളരെ രസകരമാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്ക് ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്നാണ് തോന്നുന്നത്. ആ വീഡിയോ എന്തൊരു തള്ളുന്ന പുള്ളിക്കാരൻ എന്താണ്, പുള്ളിക്കാരന് പൈസ വല്ലതും കിട്ടുമോ, അത് പാർട്ടിക്ക് സ്ഥാനം വല്ലതും കിട്ടുമോ, എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് തള്ളുന്നത്? ഇനി പിന്നെ വേറെ പുള്ളിക്കാരൊക്കെ പറഞ്ഞു കേരള സർക്കാരിന് ഇതിൽ അവകാശമില്ലാത്തതുകൊണ്ട് കേരള സർക്കാർ കത്തെടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, കേരള സർക്കാരിന് അവകാശമില്ലേ, നിങ്ങൾ എന്തേ ഡൽഹിയിലേക്ക് ഒരു കത്തെഴുതാത്തത് ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ടിലേക്ക്, പിന്നെ മാരിടൈം സെന്ററിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒരു കത്തെഴുതാത്തത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഉടൻ FIR എടുക്കുന്ന എപ്പോഴാണ്? FIR എന്തെങ്കിലും 6 മാസം കഴിഞ്ഞ് FIR എടുത്താൽ മതി. FIR എടുക്കുന്ന ഇൻസിഡന്റ് നടന്ന് വളരെ അടുത്ത ദിവസങ്ങൾ FIR എടുക്കണ്ടേ? അങ്ങനെയല്ലേ തെളിവെല്ലാം കിട്ടുകയുള്ളൂ. ഇത് തെളിവെല്ലാം നശിച്ച് തിരമാല വന്ന് എല്ലാം കൊണ്ട് കാറ്റും പോയി, ആളും ചത്ത്, പിന്നെ എന്താണ് മോരും അതിൻ്റെ പുളിയും പോയി, പിന്നെ പൂച്ചയും ചത്തുപോയതിനു ശേഷം പിന്നെ എന്ത് തെളിവെടുപ്പാണ് നടത്തുന്നത്? അപ്പോൾ ഇത് FIR ഇടാൻ പറ്റും. ലോക്കൽ പോലീസിന് അതിനകത്തൊരു റോളുണ്ട്. പരിസ്ഥിതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ചെയ്യാൻ പറ്റും. പരിസ്ഥിതി നിയമം അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സമുദ്ര മലിനീകരണ നിയമം അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, വാട്ടർ പൊല്യൂഷൻ്റെ ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. മറൈൻ പോലീസിന് കേസെടുക്കാൻ പറ്റും. കോസ്റ്റൽ പോലീസിന്, ഇങ്ങനെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. 2016 ശേഷം 200 നോട്ടിക്കൽ മൈലിനകത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ ലോക്കലായി കേസെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള നിയമമുള്ള രാജ്യത്താണ് വന്നിരുന്നത്. നിങ്ങൾ ഗൂഗിൾ നോക്കൂ, അങ്ങനെ നോക്കൂ. അവസാനം ഗൂഗിൾ നോക്കി മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ റെജി ലൂക്കോസിനോട് പറയാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോ ചർച്ചയിലും വന്നിരുന്ന് തേഞ്ഞൊട്ടി കണ്ടം വഴി ഓടി ഇങ്ങനെ നാശക്കോട്ടയാവും? നിങ്ങൾ ഫാക്റ്റ് പറയൂ. നിങ്ങൾ ഡേറ്റ പറയുമ്പോൾ ഡേറ്റയ്ക്ക് മറുപടി പറയൂ. അതുപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ ഇടതുപക്ഷം തെറ്റ് ചെയ്തിട്ടുള്ള തെറ്റ്
പിണറായി വിജയന് അബദ്ധം പറ്റിയിട്ടില്ല, അബദ്ധം പറ്റി ഈ ഗവൺമെൻറ്റിന്, ഞങ്ങൾ തിരുത്തും എന്ന് പറയണ്ടേ? അത് പറയുന്നതിന് പകരം ഇങ്ങനെ തേച്ച് മേഞ്ഞ് ഇങ്ങനെ മെഴുകി ആകെ നാശക്കോട്ടയായി കണ്ടം വഴി ഓടി. അപ്പോൾ ഇന്നലെ ഒരുപാട് ദൂരം കണ്ടം വഴി ഓടിയതിൻ്റെ ഒരു ചിത്രമാണ് ഇന്നലത്തെ 24 ന്യൂസിൽ ഹാഷിമിയുമായിട്ടിരുന്ന ചർച്ചയിൽ കണ്ടത്. നിങ്ങൾക്കിതിൻ്റെ ലിങ്കിൽ കയറി വീഡിയോ കാണാം. നമ്മുടെ റെജി ചേട്ടൻ്റെ കണ്ടം വഴി ഓടിയ കണ്ടം ചിത്രത്തിൻ്റെ ബാക്കി പത്രം.